ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മൈദ, ഞാൻ അരിച്ച് വെച്ചതാണിത്, നല്ലപോലെ അരിച്ചെടുത്തതാണ്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ പാല്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന മിക്സിയിലെ ജാറിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇവിടെ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന അത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഇത് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചെടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട പിടിക്കാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കി പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 ബൗളിലോട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 2 ബൗളിലോട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൊക്കോ പൗഡറിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബാറ്ററും ബേക്കിംഗ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ബേക്കിംഗ് പാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് പാനിൻ്റെ താഴെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ സൺഫ്ലവർ ഓയിലാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് 3 സ്പൂൺ വാനിലയുടെ ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ പുറമെ 3 സ്പൂൺ കൊക്കോ പൗഡറിൻ്റെ ബാറ്ററും അതിങ്ങനെ മാറി 3 സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ അത് 2 സ്പൂൺ ആക്കണം. 2 സ്പൂൺ വാനിലയുടെ ബാറ്റർ, 2 സ്പൂൺ കൊക്കോ പൗഡറിൻ്റെ, പിന്നെ നമ്മൾ 1 സ്പൂൺ, അങ്ങനെ അത് കൊണ്ട് നിർത്തണം. ഞാൻ അതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഫുൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യണം. ബാറ്ററിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഒരു 1/4 ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കണേണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. ഞാൻ ഒരു
ബിരിയാണി പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് ഇത് ഇറക്കി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാനെടുത്ത സമയം. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 1/4 ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് ബാറ്റർ. അതൊന്ന് ഒരു ചെറിയൊരു പരീക്ഷണം നടത്താനായിരുന്നു. ഞാൻ ഇഡലി ചെമ്പിൽ വെച്ച് ഇതേപോലെ നമ്മൾ ഇഡലിയൊക്കെ വേവിച്ചെടുക്കണ പോലെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. സാധാ വെള്ളം ഒഴിച്ച് തന്നെ ആ ഇഡലി ചെമ്പിൽ നമ്മൾ ഇഡലിയൊക്കെ റെഡിയാക്കണ പോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് 10 മിനിറ്റേ എടുത്തുള്ളൂ. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയേക്കുന്നത്. നല്ല സോഫ്റ്റാണ്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റായി കിട്ടും. നമ്മൾ വെള്ളമായി സാധാരണ ഇഡലി റെഡിയാക്കുന്ന പോലെ തന്നെ ഇതാക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.